കേരളം ഒരു രാഷ്ട്രീയ പരീക്ഷണശാലയാണോ? അയോധ്യയിൽ രാമക്ഷേത്രം ഉയർന്നു, എന്നാൽ ആ മണ്ണിൽ BJP തോറ്റു. പൂരങ്ങളുടെ നാടായ തൃശൂരിൽ അവർ താമര വിരിയിച്ചു. ഇതിനർത്ഥം കേരളം മാറുന്നു എന്നാണോ? കേരളത്തിലെ മണ്ണിലെ അമ്പലങ്ങളെ രാഷ്ട്രീയ ആയുധമാക്കാനുള്ള അവരുടെ ശ്രമങ്ങൾ ഇവിടെ വിജയിക്കുകയാണ്. അമ്പലങ്ങളും വിശ്വാസങ്ങളും എന്നും കേരളത്തിന്റെ ഭാഗമായിരുന്നു. എന്നാൽ അത് വോട്ടായി മാറുന്ന ടെമ്പിൾ പൊളിറ്റിക്സ് കേരളത്തിന് അന്യമായിരുന്നു. ഗുരുവായൂരിൽ ഒരു ഹിന്ദു MLA വേണമെന്ന വാദത്തിൽ തുടങ്ങി തൃശൂരിലെ പല ഇടപെടലുകളിലും ഒരു കൃത്യമായ പാറ്റേൺ കാണാം. കേരളത്തിലെ മനുഷ്യനെ വർഗീയമായി വേർതിരിക്കാനുള്ള സംഘപരിവാറിന്റെ ശ്രമങ്ങളാണത്. മതം വ്യക്തിപരമാണ്, രാഷ്ട്രീയം വികസനവും തുല്യതയുമാകണം. വർഗീയ ശക്തികളുടെ വേര് ഇവിടെ ആഴ്ന്നിറങ്ങിയാൽ അത് നാളെയുടെ ദുരന്തമാകും. മതനിരപേക്ഷത കാത്തുസൂക്ഷിക്കാൻ നമ്മൾ ഉണർന്നിരിക്കേണ്ട സമയമാണ്. ചിന്തിക്കുക, നമ്മൾ പരീക്ഷണ വസ്തുക്കളാകേണ്ടതുണ്ടോ? നമ്മൾ പ്രബുദ്ധരായ മലയാളികളാണ്. ജാതിക്കപ്പുറം, മതത്തിനപ്പുറം മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയുന്ന മണ്ണ്. ഇവിടെ വർഗീയ ശക്തികൾ വേരുപിടിച്ചാൽ തകരുന്നത് നമ്മുടെ മതനിരപേക്ഷതയാണ്, നമ്മുടെ സമാധാനപരമായ ജീവിതമാണ്. ഇവിടെ ഉത്തരേന്ത്യൻ മോഡൽ രാഷ്ട്രീയ പരീക്ഷണങ്ങൾക്ക് സ്ഥാനമുണ്ടോ? കേരളത്തെ അത്തരമൊരു രാഷ്ട്രീയ പരീക്ഷണശാലയാകാൻ നമ്മൾ വിട്ടുകൊടുക്കേണ്ടതുണ്ടോ?